الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم بنفس أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കണം നമ്മുടെ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് നമ്മളോട്ടിക്കും തുടർന്ന് നിങ്ങളോട്ടിക്കും വസിയത്താക്കൾ ഉപദേശിക്കണം. അവന്റെ നിയമനിർദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതും കൽപ്പന ആക്കിയതുമായ ഇബാദത്തും സൽക്കർമ്മ അത് നമ്മൾ നിർവഹിക്കുമ്പോൾ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ താല്പര്യം ആ ഇബാദത്തിലൊട്ടിക്കും ആ സൽക്കർമ്മത്തിലൊട്ടിക്ക് എങ്ങനെ ഉണ്ടു ചൊല്ലതെത്തിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമായ ഒരു വിഷയമാണ്. നമ്മൾ ഒരുപാട് അമലുകൾ സൽക്കർമ്മങ്ങൾ നമ്മൾ ആഗ്രഹിക്കണം. ഈ സൽക്കർമ്മ യാറാക്കുന്നതല്ല, ചെമ്മ സൽക്കർമ്മ ആക്കുന്നതല്ല വിഷയം. പക്ഷെ ഈ ആഗ്രതായ സൽക്കർമ്മം, ഈ അള്ളാഹുവിനെ അനുസരിക്കുന്നതായ ഓരോരോ അനുസരണവും അത് ഞങ്ങളുടെ മനസ്സിലെ താല്പര്യ ഞങ്ങളെ ഇഷ്ടം എങ്ങനെ ഉണ്ടു എത്തിക്കല് ഏറ്റവും വാല്യുവബിൾ ആയ ഒരു വിഷയമാണ്. ഒരു മനുഷ്യൻ എത്ര കർമ്മ ആക്കുന്നതല്ല ഒരു വിഷയം. ആ കർമ്മത്തിന് വാല്യുവബിൾ നോക്കണം. അത് എത്ര അള്ളാഹുവിന്റെ അടുക്കൽ പ്രാധാന്യം ഉണ്ടു എന്നുള്ള എത്തിക്കല് ചിന്തിക്കാനായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് അമലുകളെ എത്തിക്കല് ഞങ്ങളിലേക്ക് സ്വീകരിക്കേ, ഏത് കർമ്മത്തെ അള്ളാഹുവിൽ ഞങ്ങളിലേക്ക് സ്വീകരിക്കേ ചൊല്ലൊരു വിഷയം അത് നമ്മൾ എപ്പോഴും ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മൾ പള്ളിക്ക് വേണ്ട നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സൽക്കർമാക്കുക, ഇബാദത്താക്കുക അതുകൊണ്ടതായില്ല. പക്ഷെ ഈ പ്രവർത്തനം ആക്കുമ്പോൾ ഞങ്ങളെ റബ്ബിനൊട്ടിക്കുള്ള ആ ഒരു ഇഷ്ടം, ഞങ്ങളെ താല്പര്യം എങ്ങനെ ഉണ്ടു എന്ന് ചോദിക്കുന്നത് ഗൗരവമായിട്ട് ചിന്തിക്കാനായ ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഇഷ്ടമായ അമല്, ഇഷ്ടമായ അവർക്ക് ഇഷ്ടമായ സൽക്കർമ്മയത് ചമ്മ ഇബാദത്താക്കുന്നതല്ല, അല്ലെ ചമ്മ നോമ്പ് നോക്കല്, ചമ്മ നല്ല നല്ല സൽക്കർമ്മ ആക്കുന്നതല്ല. അള്ളാഹുക്ക് ഇഷ്ടമുള്ള അമലെന്ത്? ഒരു വിശ്വാസി അവൻ കർമ്മമാക്കുമ്പോൾ, അവൻ സൽക്കർമ്മമാക്കുമ്പോൾ അതിൽ എപ്പോഴും കണ്ടിന്യൂസ് ഒരേപോലെ കൊണ്ടുപോകേണ്ടത്. അത് അള്ളാഹു ഇഷ്ടമായിരിക്കും.
അല്ലാണ്ട് ഒറുക്ക ഒരു അവന്റെ മനസ്സ് പറയുമ്പോ ചമ്മ അമലാക്കര് പിന്നെ അവർക്ക് എന്തുമില്ല. എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ പരിശുദ്ധമായ റമദാൻ മാസം ഞങ്ങളിലേക്ക് കഞ്ഞു പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഞങ്ങൾ ഈ ബാധത്തുകൾ നമ്മളെ നോമ്പലിയെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് തക്കതായ പ്രതിഫലം പരലോകത്തായിട്ടല്ലോ. ആ റമദാൻ ഫസ്റ്റ് ആവുമ്പോ ഈ പല്ലെല്ലാം ഉറങ്ങി തിന്നി ആ റമദാൻ ഫസ്റ്റിനോട് പറയാത്ത ആൾമാരെല്ലാം പള്ളിക്ക് വന്നതാണ്. സാധാരണ ആൾമാർ പണ്ടൊക്കെ പോലും ജമാഅത്തിന് പറയുമ്പോൾ നിൽക്കുന്ന സഫിൽ ജാഗിലാണ് അല്ലെ, നമുക്കെല്ലാം ಗೊತ್ತಿಲ್ಲ വിഷയ. നിസ്കരിക്കുക ജാവുക ಬಂದರೆ ಎಲ್ಲಾ ಸರ್ವ ಮುಟ್ಟುತ್ತು, ಕುರ್ಆನ್ ಓದಕ ಬಂದರು, സൽക്കർമാക്ക ಬಂದರು, പല്ലെല്ലാം ഉറങ്ങി തിന്നിട്ട് ഫസ്റ്റ് നാൾ, രണ്ട് നാൾ, മൂന്നാൾ, പിന്നെന്തായിട്ട് മെല്ലെ 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 അത് കുറഞ്ഞെന്താ വന്നു. 10 ആവുമ്പോ സാധാരണ ആൾമാർ പാതിയായി, 20 ആവുമ്പോ അതും തീർത്ത് ലാസ്റ്റ് ആ ബന്ധന മുന്നിൽ ഇന്ന എത്തരുള്ളവർ അത് മാത്രമല്ല. കാരണം പ്രധാനപ്പെട്ട ദിവസത്തിൽ ആൾമാർ ആ ഒരു നാളിൽ എന്തൊരാവണം നമ്മൾ ആക്കിരെ ആ ഒരു നാളിൽ ആരുമില്ലാത്തേക്ക് പള്ളി മാത്രം കാലിയായ സ്ഥിതിയിലേക്ക് അത്രത്തോളം ആക്കിയ അമലുകൾ നമുക്ക് എന്തിനാ വാല്യൂബിളുണ്ട്. അല്ലാഹു അമലത്തെ അങ്ങനെയുള്ള അമൽ അല്ലാഹു ഇഷ്ടമല്ല. ഞങ്ങൾ എന്തിനങ്ങനെ കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. വെള്ളിയാഴ്ച പള്ളിക്ക് വേണ്ടി എത്ര ആൾമാർ, ജമാഅത്തിന് വേണ്ട ആൾമാർ, അത്ര ആൾമാർ ഓൾമോസ്റ്റ് ഈ പരിസരത്തെല്ലാം ഉള്ളവെത്തിക്കാർ. പക്ഷെ അണ്ട് എന്തുകൊണ്ട് പണ്ടത് നിർബന്ധമായ കാര്യം അതേപോലെ നിർബന്ധമാക്കാൻ ബാക്കിയുള്ള ജമാഅത്ത് നിസ്കാരവും അത് നമ്മൾ പ്രധാനമായിട്ട് ഗൗരവമായിട്ട് എടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുക്ക് ഇഷ്ടമുള്ള അമൽ ഏതിനും നമ്മൾ ചർച്ച ആക്കുന്നു. അള്ളാഹുക്ക് ഇഷ്ടമുള്ള അമൽ എപ്പോഴും ഒരേപോലെ ആക്കരുത്. ഒരിക്കൽ യാറ, ഒരിക്കൽ എന്തുമില്ല, ഒരിക്കൽ തീരെ ഇല്ല. അങ്ങനെയുള്ള അമൽ അള്ളാഹുക്ക് ഇഷ്ടമില്ല. മാത്രമല്ല ആ അള്ളാഹുവിന് വാല്യുവേബിലേ ഇല്ല. കാരണം റമദാൻ നമുക്ക് പ്രവർത്തനാക്കുമോ അള്ളാഹു ശൈത്താന്റെ കെട്ടിട്ടപ്പെട്ട ആലയത്തിക്ക് അതുകൊണ്ട് കൂടുതൽ നമുക്ക് അമലാക്കുക, യാറ് അമലാക്കുക നമുക്ക് ഒരു ഊർജ്ജം കിട്ടിത്തിരിക്കും. എന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബണ്ട നിങ്ങൾക്കുള്ള ആ കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രെയിനിങ് നമുക്ക് തന്ന ഓഫർ. അതായത് നമുക്ക് അമലാക്കുക ആവുന്നുള്ള ഒരു ആക്കിത്ത് ഞങ്ങൾ അള്ളാഹുക്ക് കാട്ടിക്കൊടുത്താം അല്ലെ. ഞങ്ങളെ എല്ലാ തപ്പുരം ഞങ്ങൾ വേണ്ടെന്നാക്കിയിട്ട് ഞങ്ങളെ നാവിനെ സൂക്ഷിച്ച, ഞങ്ങളെ കയ്യും കാലിന്റെ ഞങ്ങളുടെ മനസ്സിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹു ഇബാദത്താക്കാൻ ഞങ്ങൾ തയ്യാറായ, ഞങ്ങൾ അള്ളാഹുക്ക് ഉറപ്പ് കൊടുത്ത ഇത് അങ്ങനത്തതല്ല ആക്കുക നമുക്ക് ആവുന്ന അള്ളാഹു ഉറപ്പ് കൊടുത്ത എന്തിന് ഇനിയുള്ള തിങ്ങല് ഞങ്ങൾ ആക്രാൻ ചൊല്ലുള്ളവർ ഉറപ്പത്. അത് അള്ളാഹു ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് തന്നെ ചെയ്തിട്ട് പണ്ട് നോമ്പത്തോടുള്ള ആ കൊണുന്ന തിങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കും വേണ്ടിയിട്ടുള്ള അത് ഒരു ട്രെയിനിങ് ആയിട്ടിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ട്രെയിനിങ് ആയിട്ട് പിന്നെ ആക്കുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻതൂക്കമായിട്ട് അള്ളാഹു നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആക്കി തന്റെ വിഷയത്തിൽ അതുകൊണ്ടിട്ട് ആ അമലുകൾ ആക്കിയിട്ട് റമദാനിന് മാത്രം തീർത്തുള്ളതല്ല, അത് കണ്ടിന്യൂസ് നമുക്ക് പോകുന്ന ആ ഭാഗത്തെ എത്തിക്കല് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അമലുകളെ എത്തിക്കല് ഞങ്ങളുടെ മനസ്സും താല്പര്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അവിടെ പ്രാധാന്യമായത്. അങ്ങനെയുള്ള ഒരു കൂട്ടരത്തേക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുറേ സൂറത്തുൽ മുഅ്മിനൂൻ 57 ആയത്തിൽ തൊട്ട് 61ാമത്തെ ആയത്തോടെ ചൊല്ലുറേ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യൂതൂന മാ വഖുലൂബുഹും വജിലത്തുൻ أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. ആ ആൾമാർ ആരെന്തും അള്ളാഹു ചൊല്ലേ അള്ളാഹുക്ക് മുട്ടായ ആൾമാർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആറ് നിശ്ചയമായിട്ടും അങ്ങനെ അങ്ങനെ റബ്ബിനെ പേടി നിമിത്തം ഭയ നിമിത്തം അങ്ങ് എപ്പോഴും ഭയപ്പാടുള്ളവരായി തിക്കാറ്. എങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മമാക്കി തിന്നെങ്കിൽ, ഒരു സൽക്കർമ്മമാക്കി തിന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്ത് തിന്നെങ്കിൽ ഇതെല്ലാം അള്ളാഹു ഞങ്ങൾ നീതി സ്വീകരിക്കുവാനുള്ള മനസ്സിലുള്ള ഒരു പേടി, ഒരു ഭയം അങ്ങനെ എപ്പോഴും വിൽക്കരുത്. അങ്ങനെയുള്ള ആൾമാരെ എത്തിക്കരുത്. ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ലക്ഷ്യത്തെ അവന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ വിശ്വസിക്കണം. എന്ത് വേണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഞങ്ങൾ ആക്കിയത്
എന്ത് കർമ്മമാക്കുവോ ആ കർമ്മ കൊണ്ട് എന്തിനെന്താ ഉദ്ദേശിക്കല്, ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്തിനെന്താ ഉദ്ദേശിക്കല്, ഈ വിഷയത്തിനെ കുറിച്ചിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന എത്തിക്കുന്നത് മാത്രമല്ല വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇബാദത്താക്കുന്ന വിഷയത്തിൽ അല്ലാഹു അല്ലാത്തതിന് ഒരു സഹായത്തെ ഒന്നിനും മുട്ട കൂട്ടറങ്ങല്ല. അതിൽ അല്ലാഹു മാത്രമേ ചൊല്ലുള്ള ആ പൂർണ്ണ വിശ്വാസം ഇന്നങ്ങ മാത്രമാ വല്ലദീന യുതൂന മാ തൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം തായെങ്കിൽ, എന്തെങ്കിലും സദക്ക കൊടുക്കണം തായെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹം തായെങ്കിൽ അങ്ങനെ മനസ്സിൽ ഒരു പേടിയുണ്ട്, ഒരു ഭയമുണ്ട്. ഞങ്ങൾ എന്റെ റബ്ബിലോട്ടിക്ക് ഞങ്ങൾ മടങ്ങി എത്തിക്കറ ഈ കൊടുത്തത് നമുക്ക് നാളെ പരലോകത്ത് ഞങ്ങളിൽ സ്വീകരിക്കുമാ ചൊല്ലുള്ള ആ ഒരു പേടി അങ്ങനെ മനസ്സിലാ ഹൃദയത്തിലുണ്ട്. അങ്ങനെ എത്തിക്കാറ് ആ കൂട്ടർ നല്ലതായ കാരണങ്ങളിലേക്ക് അങ്ങ് ധൃതി പിടിച്ചിട്ട് അർജന്റായിട്ട് പോകണമെത്തിക്കാറ് അങ്ങനെ അതൊരു സ്പീഡിലേക്ക് എതിരെതിർ പോയിട്ടുള്ള എത്തിക്കല് അങ്ങനത്തെ ആത്മാവെത്തിക്കൽ അല്ലാഹു യാറുമായിട്ട് ഇഷ്ടം. അതല്ലാതെ നമുക്ക് തോന്നിയത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ആക്കിയ കർമ്മത്തിന് നാളെ പരലോകത്ത് ഒന്നും അല്ലാഹു എടുത്തിൽ കാര്യമില്ല. സൂറത്തുൽ കഹ്ഫിൽ 103-ാമത്തെ ആയത്തിൽ എപ്പോഴും എല്ലാ വാർത്തയും ഓതുന്നതായ ആയത്തില്ലേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه. ഇങ്ങനെ ചൊല്ലുന്ന ആയത്തിൽ അല്ലാഹു ചൊല്ലുന്നത് ഒരു കൂട്ടരെ കുറിച്ച് നിൽക്കാൻ സ്വന്തം തരട്ടാൻ സ്വന്തം അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേൾക്കേ ആർ الذين ضل سعيهم في الحياة الدنيا, ദുനിയാവിൽ അങ്ങാക്കിയ പരിശ്രമ അങ്ങാക്കിയ കർമ്മ അതെല്ലാം നാളെ പരലോകത്ത് നിഷ്ഫലമായി പോയന. ഓം യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ആക്കാറ്, നല്ല നല്ല കർമ്മ ആക്കാറ്, നല്ല നല്ല പ്രവർത്തനം ആക്കാറ്, അങ്ങ് നല്ല നല്ല സ്വതക്കവും നല്ല നല്ല വിഷയത്തിൽ എല്ലാത്തിലും അങ്ങ് കൈയിട്ടാറ്, അങ്ങ് വീരിക്കാറ്. ഇത് നാളെ പരലോകത്ത് നമുക്ക് സ്വർഗ കിട്ടോ കാരണം എത്തിക്കറ് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് കാരണം എത്തിക്കും ചൊന്തു അങ്ങ് ആക്കരം എത്തിക്കറാൽ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ضل സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പക്ഷേ അങ്ങ് നാളെ പരലോകത്ത് പോകുമ്പോൾ അങ്ങനെ അമലുകൾ ഒന്നും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വാല്യൂബിൾ എത്തിക്കില്ല. അതെന്തിനെ അതങ്ങനെ മുഖത്തേക്ക് വലിച്ചെറിയതായി എത്തിക്കരുത്. അങ്ങനെയുള്ള അമൽ തൊട്ടു അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ തൊട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കാരണം നിങ്ങൾ അമലാക്കുമ്പോൾ ഞങ്ങളെ സൽക്കർമാക്കുമ്പോൾ അതിന് ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ താല്പര്യം എത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ് എത്തുന്നിട്ടുള്ളത് എത്തിക്കുന്നത് ഞങ്ങൾ ചിന്തിക്കാറായത്. അതേപോലെ ഞങ്ങൾ ആക്കുന്ന ഇബാദത്ത് ഓരോ ഇബാദത്തും ഞങ്ങളിൽ നിന്ന് അല്ലാഹു കബൂലാക്കണം. സഹി ആക്കറൊട്ടിಗೆ ഞങ്ങൾ ഇബാദത്തും കബൂലാക്കണം. എന്തിനെ സഹി ചൊന്നെಂದ್ರೆ കബൂൽ ചൊന്നെಂದ್ರೆ ಅದು ಜನರ രീതിയിലെത്തിക്കരുത്. സഹി ചൊന്നെങ്കിൽ ഞങ്ങൾ ഇബാദത്ത് സഹി ആവുന്നത് കറക്റ്റ് ആവുന്നത്. ഉദാഹരണമായിട്ട് ഒരാൾ ഒരു നിസ്കാരം സഹിയാവുന്നുണ്ടായെങ്കിൽ ആ നിസ്കാരത്തെ ഫർദും സുന്നത്തും അതിലെ ഷർത്തല്ല വേറെ വേറെ ചൊന്നുറങ്ങെ അത് കറക്റ്റായിട്ട് നിർവഹിക്കുമ്പോൾ അങ്ങനെ നിസ്കാരം സഹിയാവണം, പ്രവർത്തനമാവണം. അത് നിസ്കാരം ആരാക്കിയെന്നും ഒരു അമുസ്ലിമായ ഒരു മനുഷ്യനെ കൊണ്ടെത്തി നിസ്കരിച്ചിട്ട് അവൻ ഖുർആൻ ഓതുവാട്ടിട്ടും അവന്റെ ആ നിസ്കാരത്തെ ഫർദും ഷർത്ത് എല്ലാം കറക്റ്റ് ആക്കിയെങ്കിൽ അതവിടെ സഹിയാവും. പക്ഷെ സഹിയാവുന്നതല്ല അവിടെ വിഷയം, അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാവണം. നാളെ പരലോകത്ത് ഞങ്ങൾ എന്തിനെ ഉദ്ദേശിക്കണ അത് പൂർത്തിയാവണം. അതിക്കെന്തിന മാനദണ്ഡ കബൂലാവലേക്ക് എന്തിന മാനദണ്ഡ ഒന്നാമതായി അവന്റെ വിശ്വാസ പൂർത്തിയാവണം. കബൂലുകൾ ബന്ധപ്പെട്ടത് അവന്റെ ഷഹാദത്ത് പൂർത്തിയാവതിക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ തൗഹീദ് വചനത്തിൽ അവൻ പ്രവർത്തിക്കണമെന്നായിരിക്കണം. അല്ലാഹു ചൊന്നത് മാത്രമേ നാനാക്കുക, പ്രവാചക കാട്ടി തന്നത് മാത്രമേ നാം പ്രവർത്തിക്കാനുള്ള ആ വിശ്വാസത്തിൽ ആക്കിയെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് അവന്റെ ഇബാദത്ത് കബൂലാവരെ. അല്ലെങ്കിൽ അമലുകൾ എത്രേ ആക്കിയിട്ട് എന്തും ഒരു കാര്യമല്ല, എത്ര സഹിയാക്കിയിട്ടും കാര്യമല്ല. സഹിയല്ല സഹിയൊരൊട്ടിಗೆ നമുക്ക് ബീനെ ഇത് കബൂലാണ്. ഈ അമലുകളെല്ലാം കബൂലാക്കുക അല്ലാഹു ഈ ലോകത്ത് പല മാനദണ്ഡം വെച്ച് പല നിബന്ധനകളിൽ ആക്കി ചെമ്മ വിഷയത്തിൽ അതെനിക്ക് ചൊല്ലുകൊണ്ട് ഈ ചെറിയ ഒരു സമയത്ത് ചൊന്ന് തീർക്കരുതല്ല. ഉദാഹരണമായിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ കബൂലാക്കുക മാനദണ്ഡമാക്കിയതായ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിക്ക് ഒരു കുടുംബം എന്താ ചേർക്കരുത്. അത് ഞങ്ങൾ ഇന്നത്തെ കാലത്ത് 100
ഒരു 60-70% ഞങ്ങളിൽ ഇല്ലാത്തതായ ഒരു സംഭവിച്ചിട്ട് കുടുംബ ബന്ധം ഒരിക്കലങ്ങനെ ഇബാദത്ത് അല്ലാഹ് ഒരിക്കലും ആകാശത്തിലേക്ക് ഉയർത്തപ്പെടില്ല. ഗൗരവമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നതായ വിഷയത്തിൽ ഞങ്ങളെ പരലോകത്തിനാല് ഞങ്ങളെ അമലുകളെ നഷ്ടപ്പെട്ടിട്ട് കാലാകാലമുള്ള നരകത്തിലേക്ക് പോകുന്നതായ ഒരു കാരണമായി തിക്കര് കുടുംബ ബന്ധം മുറിച്ചവന്റെ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് മേലോട്ട് കൊണ്ടുപോകില്ല. വാർത്തയ്ക്ക് തിങ്കളാസവും വ്യാഴാസവും തിക്കര് ഓരോ വ്യക്തിയുടെ അമലുകൾ പല മേൽ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് തിങ്കളാസരണ്ട് വ്യാഴാസരണ്ട് നോമ്പ് സുന്നത്താക്കിയത് അണ്ടത്തെ നാളിൽ നല്ല അമൽ ഉയർത്തപ്പെട്ട നാൾ ആ നോമ്പ് പിടിച്ചവനായിട്ട് ഇക്കൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടാൻ ചൊല്ലോ കാരണം അതുകൊണ്ട് കൈത്തിക്കരുത്. അതുകൊണ്ട് ഈ അമലുകൾ ഉയർത്തപ്പെടുക കാരണം കുടുംബ ബന്ധത്തെ ഞങ്ങൾ നല്ലത് കറക്റ്റായിട്ട് നിപ്പാട്ട് തയ്പ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം ആ കുടുംബ ബന്ധത്തെ ചേർക്കുക കാരണം എന്തിനു ചൊന്നത് വളരെ പ്രാധാന്യമായ വിഷയിപ്പിക്കരുത്. ഒന്ന് രണ്ട് ഒരു ചെറിയ ഒരു ഉദാഹരണത്തിൽ ഞാൻ നിപ്പാട്ടെ അത് ഞങ്ങൾ ഈ ലോകത്ത് ഒരു സയൻസ് പരമായിട്ട് ഒരു വിഷയത്തിൽ ഞങ്ങൾ അതിന് നോക്കണം തായെങ്കിൽ ഇവിടെ ഈ കുത്തുബത്തിൽ സയൻസ് പരമായിട്ട് ചൊല്ലുന്നതല്ല, പക്ഷേ അതിന്റെ ഗൗരവത്തെ ചൊല്ലുന്നതിനായിട്ട് ഒരു ചെറിയ ഒരു പോയിന്റ് മാത്രം ഞാൻ ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ്. അതായത് ഒരു ഗോൾഫ് ചൊല്ലുന്നത് ഒരു ബയോളജിക്കൽ സയൻസിസ്റ്റ് ആ മനുഷ്യർ ഒരു കണ്ടുപിടുത്തത്തിൽ അതായത് പരസ്പരം അർത്ഥത്തിൽ ദക്ഷനായ പല ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഇളമൂട്ടങ്ങൾ അർത്ഥത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇളവ് മൂത്തോൾ അർത്ഥത്തിൽ നിൽക്കണം, അപ്പ മക്ക അർത്ഥത്തിൽ നിൽക്കാൻ എത്തിക്കണം. അങ്ങനെ എവിടെയെങ്കിലും ഒരു സദസ്സിൽ കൂടെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പരസ്പര അർത്ഥത്തിൽ തന്നെ രണ്ട് രീതിയിൽ ചിലപ്പോൾ അപ്പുറത്തൊത്തിക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തൊത്തിക്കുക. പക്ഷെ എനിക്ക് രണ്ടാളും മുണ്ടോനും ചൊന്തും അങ്ങനെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമുണ്ട്. ആ ഒരു കരുണങ്ങൾ മനസ്സിലുണ്ട് മുണ്ടോണം. പക്ഷെ അങ്ങനെ മനസ്സിലുള്ള ആ ഈഗോ അഹങ്കാരങ്ങൾ ഒരിക്കലും അതിൽ സമ്മതിക്കില്ല. എന്തിങ്ങനെ ആ മുണ്ടോണം അവനുണ്ട് അല്ലെങ്കിൽ അവನು ഓണെന്തുകൊണ്ട് നാം ഉണ്ടോ ചൊല്ലുള്ള ആ ഒരു മനസ്സിലുള്ള ഒരു ഈഗോ അങ്ങനെ വിടില്ല. ആ ടൈമിലും ഈ സയൻസിസ്റ്റ് അങ്ങനെ റിസർച്ചിൽ പ്രകാരം അങ്ങനെ ചൊല്ലുന്നെങ്കിൽ ആ ടൈമിൽ അങ്ങനെ മനസ്സിലുള്ള ആ ഒരു പിടിമുറുക്കുണ്ടല്ലോ ഒരു സ്ട്രെസ് ആ പിടിച്ചു വെക്കും അങ്ങനെ ശരീരത്തിൽ ഒരു ദ്രാവക പൊടിഷാവും റെഡിയാവും തയ്യാറാവും. ആ തയ്യാറാവുന്ന ആ ഒരു ദ്രാവകം എത്രമാത്രം മാരക്കെങ്കിൽ അവൻ ആ മനുഷ്യ ചൊല്ലുന്നത് ആ സയൻസിസ്റ്റ് ചൊല്ലുന്നത് ആ ദ്രാവക കലക്ട് ആക്കിയിട്ട് ഒരു എലിയിൽ കുത്തിവെച്ചപ്പോ 20 മിനിറ്റിൽ ആ എലി കടച്ച് ചത്തിരുന്നു. അത്രമാത്രം മാരകമായ ആ ദ്രാവകം ഇങ്ങനെയുള്ള മനുഷ്യന്മാരിൽ ഈ പിടിമുറുക്കാക്കി ഇരിക്കുന്ന മനുഷ്യന്മാരിൽ നിൽക്കുമ്പോൾ അങ്ങനെ ശരീരത്തിൽ ഇല്ലാത്ത മാരകമായ രോഗം പറക്കും കാരണമാവുന്നുണ്ട്. രോഗത്തോടത്തുണ്ടെങ്കിൽ RCC റിസർച്ച് അനുസരിച്ചിട്ട് 25ാമത്തെ ആ വർഷക്രമം 2025 ആകുമ്പോൾ 6 പേരിൽ 3 ആളും ക്യാൻസർ ഇട്ട് വരകുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തേ കൂടുതലും ഈ മനുഷ്യന്മാർ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നിയമത്തിന് എതിരായിട്ട് ജീവിക്കുന്ന കാരണം കൊണ്ടിട്ട് കൂടുതലും ക്യാൻസർ വരോ കാരണം അങ്ങനെ ആ മനസ്സിലുള്ള ആ ഒരു പിടിമുറുക്കത്തിൽ കാരണം അങ്ങനെ ശരീരത്തിൽ ആ ഒരു ദ്രാവകം അത് എത്രമാത്രം അപകടകരമായത് ആ ഒരു ചൊല്ലും വിഷയത്തേക്ക് ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു കുത്തുബത്തെ ടൈം ഞാൻ വേസ്റ്റ് ആക്കുക ആഗ്രഹിക്കില്ല. അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗൗരവമായിട്ട് ആ കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് അതേപ്പിക്കുന്നു. പക്ഷെ അവർ നല്ല അമലാക്കി ഉണയിപ്പിക്കണം. ഒരു വക്തും പള്ളിക്ക് പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കണമൈത്തിക്കറ, ഒരു വക്തും ബുടാത്തവണൈത്തിക്കറ, നോമ്പ് നോക്കണമൈത്തിക്കറ, സദക്ക കൊടുക്കണമൈത്തിക്കറ, സകാത്ത് കൊടുക്കണമൈത്തിക്കറ. പക്ഷെ അവന്റെ അമലെല്ലാം അല്ലാഹുവിനൊട്ടിക്ക് മേൽ പോകില്ല. പക്ഷെ അവന്റെ അമലെല്ലാം നല്ല അമലാക്കിറോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും അവന്റെ അമലിനെ മേൽ കൊണ്ടുപോകുമ്പോഴേക്ക് ഒരു റീസൺ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിന് അവന്റെ അമൽ കബൂലാണെങ്കിൽ അവന്റെ കുടുംബ ബന്ധത്തെ ചേർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ കുടുംബത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു മാരകമായ രോഗം അവിടെ കൊടുക്കണം. എന്തെങ്കിലും അങ്ങനെ മുട്ടാക്കുന്ന കാരണം അല്ലാഹുവിന്റെ ഒരു കരുണയുടെ ഭാഗത്തേക്ക് അത് എത്രമാത്രം മുട്ടായ പിന്നെ അങ്ങനെ അമലിനെ മേലേക്ക് ഉയർത്തലുണ്ട്. കാരണം അവന് കഷ്ടപ്പെട്ട അമൽ. അപ്പോ അങ്ങനെയുള്ള അത്രമാത്രം ആ ഗൗരവമായ ഒരു കുടുംബ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട്ട് ചേർത്ത് ചെന്നാൽ എന്തെങ്കിലും ആ ഞങ്ങളുടെ അമലുകൾ ഫസാദാവാൻ ബാത്തിലാവാൻ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അതിന് പ്രതിഫല പിറകും അതൊരു മാനദണ്ഡം എത്തിക്കരുത്. അതുകൊണ്ട് അത് എത്തിക്കരുത് കബൂലാക്കുക ഒരുപാട് മാനദണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമ്പോൾ ഞങ്ങൾ അതിൽ ഏറ്റവും പ്രാമുഖ്യമായ ആ കുടുംബ ബന്ധം ഞങ്ങൾക്ക് ചേർക്കരുത് നിർബന്ധമായി എത്തിക്കരുത്. കാരണം എത്ര ആൾമാർ ചെറിയ വിഷയത്തിൽ പിണങ്ങിട്ട് നിൽക്കണം. എല്ലാവരും സാധാരണ ആൾമാരിലും അത് ഒരു 100-70% ആൾമാരുള്ളത് അതേക്ക് കുടുംബ ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് ചെറിയ വിഷയത്തിൽ ആ മനസ്സിൽ അഹങ്കാരത്തെ പിടിച്ചു വെക്കുമ്പോൾ ഞങ്ങൾക്ക് നാളെ നഷ്ടപ്പെട്ടു പോകേണ്ടത് ഞങ്ങളെ പരലോകത്തെ വിജയമായി എത്തിക്കരുത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹുവിനനുസരിച്ച് കുടുംബം എന്ന ചേർക്കര മുത്തഖീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഈ ചൊന്ന ഒരു ആയത്തിൽ അങ്ങ് സൽക്കർമ്മത്തിലേക്ക് അങ്ങ് തിരുത്തി പിടിച്ച് അർജന്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകണമെന്ന് ചൊല്ലുക. ആ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേൾക്കറ് ആയത്തിക്കറാങ്ങ അങ്ങ് കള്ളു കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് തപ്പാക്കിയിട്ട് അങ്ങനെ തപ്പുരെ അങ്ങ് മനസ്സിലാക്കിയിട്ട് അള്ളാഹുലേക്ക് മടങ്ങുന്ന വിഷയത്തിൽ എത്തിക്കറ ഇവിടെ ചൊന്നേക്ക് ആയിഷ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചൊല്ലു ലാ ഖാല യാ ബിന്തി സിദ്ദീഖ, അല്ലേ സിദ്ദീഖിനെ മോനെ, അങ്ങനെ നല്ല വിഷയം അവിടെ വലാകിന്നഹും അല്ലദീ യസ്മൂൻ അങ്ങ നോമ്പ് നോക്കണമായി തിക്രാറ് വയസ്സല്ലൂന അങ്ങ് എല്ലാ വക്തും കറക്റ്റ് നിസ്കരിക്കണമായി തിക്രാറ് വയതസദ്ദഖൂന അങ്ങ് സ്വതക്ക കൊടുക്കണമായി തിക്രാറ് വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും അങ്ങ പക്ഷേ ഈ സൽക്കർമ്മ ആക്കിയെങ്കും ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ റബ്ബ് സ്വീകരിക്കില്ലേ ചൊല്ലുള്ള ആ ഒരു പേടിയിലേക്ക് അങ്ങ് എതിരെതിർക്കേണ്ടത്. അതല്ലാണ്ട് അങ്ങ് തപ്പാക്കി തല്ലാവരുടെ മടങ്ങിരങ്ങളുടെ വിഷയത്തിൽ അല്ല. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറാത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അങ്ങ് എതിർക്കൊണ്ടങ്ങ് ആലോചിച്ചെങ്കിൽ അങ്ങ് അള്ളാഹുവിനെ ആ ഒരു സ്വീകരിക്കുമോ ഇല്ലേ ചുറ്റുള്ള ഒരു പേടിറങ്ങ എത്തിക്കാറ്. അതുകൊണ്ട് തെറ്റിക്കര് അമലുകൾ ആക്കരുതല്ല വിഷയം. ആ ആക്ര അമൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ താല്പര്യത്തിലേക്ക് കൊണ്ട് അങ്ങനെ അമലാക്കരുത്. അതുകൊണ്ടത്തെ അമലാക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ താല്പര്യം നിന്റെ റബ്ബിനെ തൃപ്തി നറ്റനാളെ പരലോകത്ത് വിജയപേനോ പരലോകത്ത് നാളെ അള്ളാഹുവിൽ നിന്ന് നിന്റെ അമലുകൾ സ്വീകരിക്കണം ചൊല്ലുള്ള ആ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ അമലുകൾക്ക് കൂടുതൽ നമുക്ക് സൂക്ഷ്മമായിട്ട് ജീവിക്കുക കാരണാവുക. ഞങ്ങൾ ഇബാദത്തും ഞങ്ങളുടെ സൽക്കർമ്മം എല്ലാവരും ഞങ്ങൾ ഇങ്ങനത്തിൽ പെട്ടെന്ന് ചൊല്ല് ഞങ്ങൾ ഒരു ചിന്തിക്കനായി ജീവിക്കരുത്. കാരണം ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ പള്ളി ബണ്ട അല്ലെങ്കിൽ നല്ല നല്ല സൽക്കർമ്മം ആക്കര ഞങ്ങളെ ഒരു കർമ്മ ചൊല്ല് കൊണ്ടതല്ല. ആ കർമ്മം ആക്കര കർമ്മം അത് അള്ളാഹുമായിട്ട് ഞങ്ങൾ എത്രമാത്രം അടുപ്പമുള്ള, എത്രമാത്രം ഞങ്ങൾ തൃപ്തിയുള്ള, എത്രമാത്രം ഇഷ്ടത്തിലുള്ള ചൊല്ലുള്ള ആ ഒരു ചിന്തന കൂടുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇബാദത്തിനാല പരലോകത്ത് ഉപയോഗപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗത്തെ വിവേചനപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചൊല്ലുന്ന ഒരു വിഷയമുണ്ട്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വ ഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഒരു വിഭാഗം ചെന്നെങ്കിൽ അങ്ങ് എന്തെങ്കിലും അങ്ങനെ ജീവിതത്തിൽ പ്രശ്നമോ പ്രയാസമോ ബുദ്ധിമുട്ടമോ എന്തെങ്കിലും വരുമ്പോൾ അങ്ങ് പള്ളിക്ക് വന്ന് മുത്തക്കിയായിട്ട് ജീവിക്കുക നോക്കണങ്ങ. ആ ടൈമിൽ എന്തെങ്കിലും ഒരു കുടുംബത്തില അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ അങ്ങ് അള്ളാഹുവിനൊട്ടിಗೆ പോയിട്ട് കേൾക്കാറ് അല്ലെ. അള്ളാഹുവിനൊട്ടിಗೆ പോയിട്ട് ആ കേട്ടിട്ട് എന്തെങ്കിലും അങ്ങനെ കാര്യം നടന്നാൽ പിന്നെ അങ്ങ് വിട്ടിട്ട് അള്ളാഹു അല്ലാത്തൊരു സഹായത്തെ തേടിക്കൊണ്ടങ്ങ അങ്ങനെ ഒരു കൂട്ടറും പിന്നൊരു കൂട്ടർ എപ്പോഴും അള്ളാഹുവിനെ സുജൂദാക്കിയിട്ട് അവനുക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് പരലോകത്തെ ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിനെ ആഗ്രഹിച്ചിട്ട് എപ്പോഴും ജീവിக்கிறങ്ങ. ഇങ്ങനെ രണ്ടാളും ഒരേപോലെ മാറ്റു അള്ളാഹു കേൾക്കരുത്. കാരണം അറിയുന്നവനും അറിവില്ലാത്തവനോ ഒരിക്കലും അങ്ങ് ഒരുപോലെ ആവില്ല. ഇത് ചിന്തിக்கிறങ്ങ മാത്രമേ അങ്ങ് ബുദ്ധിയുള്ളങ്ങ മാത്രമേ ചിന്തിക്കരുതെന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലുന്നുണ്ട്. എന്തൊക്കെ പ്രവർത്തനാക്കുമ്പോ എന്തെങ്കിലും ആപത്ത് വരുമ്പോ മാത്രമേ അള്ളാഹുവിനൊട്ടിಗೆ പോയിട്ട് കേൾക്കറങ്ങ, അള്ളാഹുവിനൊട്ടിಗೆ പോയിട്ട് സഹായം കേൾക്കറങ്ങ. അങ്ങനെ ആവശ്യം തീരുമ്പോ അള്ളാഹു വിട്ടിട്ട് പരത്തെ സഹായത്തെ തേടിറങ്ങും. അള്ളാഹുവിനൊട്ടിಗೆ എപ്പോഴും കേൾക്കറങ്ങ ഒരുപോലെ ആവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൽക്കർമ്മം ഞങ്ങൾ ആക്കിയ പ്രവർത്തനം എപ്പോഴും ഒരേ രീതിയിലാവണം. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ പരമവും ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് പരമവും എപ്പോഴും അള്ളാഹുക്ക് വേണ്ടിയിട്ട് മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ നല്ല കൂട്ടറിൽ പെടുക വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു ഇഷ്ടത്തെ കാംക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് തഹജ്ജുദ് താജ്ജുദ് നിസ്കരിക്കുന്ന വിഷയത്തിൽ നമുക്ക് പെട്രമാഞ്ചിട്ട് നമ്മൾ ഓരോരുത്തരും നോക്കണല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രശ്നത്തിലും ഒരുപാട് പ്രയാസങ്ങളിലും ജീവിക്കുന്ന ഒരു കാലമൈത്തിക്കല് എപ്പോഴും അള്ളാഹുക്ക് ആ പാതി ജാവുക എണിച്ചിട്ട് ജനറക്കാത്ത് നിസ്കരിച്ചിട്ട് ഞങ്ങളുടെ റബ്ബിലോട്ടേക്ക് ഞങ്ങളുടെ കാര്യം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആവറാൻ ചെന്നു ഞങ്ങളുടെ മനസ്സാക്ഷിയോട് ഞങ്ങൾ കേൾക്കണം. റമളാനില് ഞങ്ങൾ പാതി ജാവുക പോയിട്ട് ക്യാമറയിൽ നിസ്കരിച്ചങ്ങ് ഞങ്ങളെ വർക്ക് വിട്ടിട്ടു അതേപോലെ അത് കണ്ടിന്യൂസ് ആക്കിയിട്ട് എപ്പോഴും ഞങ്ങൾ നിസ്കരിക്കോ
ഞങ്ങളെ താഴ്ച നിസ്കരിക്കോ ബാങ്ക് കൊടുക്കാണ് ഒരു അരഗಂಟೆ മുതൽ എനിക്ക് ഞങ്ങൾക്ക് നിസ്കരിക്കുക ആവുറാഞ്ചുണ്ടോ ഞങ്ങളെ മനസ്സാക്ഷിയോട് കേൾക്കുന്നുണ്ട്. ഞങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളെ റബ്ബറോട്ട് ചൊല്ലുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടർ അങ്ങനെയുള്ള നല്ല വ്യക്തിത്വത്തെ കുറിച്ച് തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വബിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അങ്ങനെ കിടക്കുന്നതായ അങ്ങനെ ജാഗര അങ്ങനെ പാർശ്വത്തെ അങ്ങ് ಬೇರೆ ಬೇರೆ ಆಕಿತ್ತು ಬರುವರು ಚಂದಂಗೆ അങ്ങനെ കിടക്കര ಬಿಟ್ಟಿತ್ತು അങ്ങനെ ಬಂಡಲ್ ಎಂದಿಗೆ ಯದഊന റബ്ബഹും ഖൗഫൻ വതമഅ അല്ലാഹുവിനോട്ടിക്ക് അങ്ങ് കേൾക്കൂ പേടിച്ചിട്ട് നല്ല അല്ലാഹുവിന്റെ ആ റഹ്മത്തിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചിട്ട് അങ്ങ് പേടിച്ചിട്ട് ബರುವರು അല്ലാഹു ಬೇನೇತ್ കേൾക്കൂ അല്ലാഹു ഇബാദത്ത് ആക്കുക അങ്ങനെ ആവശ്യത്തെ കേൾക്കൂ ಬೇನೇತ್ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ അങ്ങ് കൊടുത്തതിൽ നിന്ന് അല്ലാഹു ಬೇನೇತ್ കൊടുക്കുകയും വാജ് ചെലവാക്കുകയും അങ്ങ് പണ്ടകളെ കുറിച്ച് തെറ്റിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ ചന്ദ്രൻ. അതുകൊണ്ട് ഇബാദത്ത് ഞങ്ങൾ എത്ര ആകൃതം നല്ല വിഷയ ആ ഇബാദത്ത് സൽക്കർമാക്കുമ്പോൾ ഞങ്ങളെ റബ്ബറോട്ടൊക്കെ ഞങ്ങൾ എത്രമാത്രം ബന്ധമുണ്ടോ ഞങ്ങൾ എത്രമാത്രം ഞങ്ങൾ അല്ലാഹുവിനെ തിരുത്തൽ ഞങ്ങൾ കാക്ഷിക്കുന്നതാന്ന് ചൊല്ലുന്നത് എത്തിക്കരുത്. അങ്ങനെയുള്ള ഇബാദത്താവുമ്പോൾ മാത്രമേ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടുകാവൂരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മുത്തഖീങ്ങൾ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞങ്ങൾ റമദാനിലാക്കിയ ആ സൽക്രമത്തെ ആ സൽക്രമം ആ പ്രവർത്തനം ആ നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങും ജീവിതത്തിൽ എല്ലാ ടൈമിലും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുള്ള ഒരു ഉപദേശിക്കൽ ഈ 10-15 മിനിറ്റിൽ ഞങ്ങൾ ഇവിടെ ചെന്നത് അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടുന്നത് പിടകുള്ള ഒരു ചാൻസ് ആവരെ. അതല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന പോലെ ഞങ്ങളുടെ മനസ്സ് തോന്നുന്ന പോലെ അമലാക്കിയിട്ട് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടുക ആവില്ല എന്നുള്ള ചൊല്ലരീതിക്ക് ഉപദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ചൊല്ലുന്നതായ വിശേഷം നമുക്ക് എല്ലാവർക്കും ഗൊന്തുള്ളതുപോലെ ഞങ്ങൾ ചമ്മ ശ്രദ്ധിക്കണായ ഒരു വിഷയത്തിക്ക് ഈ പണ്ട ഒരു എലക്ഷൻ അതായത് ഞങ്ങളുടെ ആ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു ശ്രദ്ധിക്കണായ ഒരു വിഷയത്തിക്ക് സാധാരണ പോകേണ്ടതല്ല. ഇത് കുത്തുബത്തിൽ ചൊല്ലോ കാരണം അത്തരം ഒരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയത്തിക്ക് അതായത് ഞങ്ങളുടെ ഈ ജാത്യതീത രക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും തയ്യാറാവണം. നമുക്ക് ഇത്രത്തോളം ഇന്നല്ല ആ സ്വാതന്ത്ര്യം മതപരമായിട്ടും ഞങ്ങളുടേതായ കാരണങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തോട് ആക്കുകൊള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണതായെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനായ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ ധാർമ്മികമായ രക്ഷണ അതായത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വിളിക്കും. ഇപ്പൊ ഞങ്ങളുടേതായ ഒരു കൗമനെ അടിച്ചമർത്തുവാനായിട്ട് ഒരു രീതിയിലും എല്ലാ രീതിയിലും ഒന്നും ഇല്ലാത്തവരാക്കുക ഈ ശത്രുക്കൾ എല്ലാ രീതിയിലും ട്രൈ ആക്കിയിട്ടുള്ളത്. അതേപോലെ NRC പോലെ CI പോലെ എന്തുകെ ആ ഞങ്ങളെ ആ ഇവിടുത്തെ പൗരത്വത്തെ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി ട്രൈ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഞങ്ങളെ ആ അമൂല്യമായ ആ ഒരു വോട്ട് ഞങ്ങളെ സെലക്ട് അത് ഞങ്ങൾ ആരുടെ വേണമെന്നും ഞങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചിട്ട് വേനെത്തിക്കും. അത് പെടക്കാവത്തെ പോലെ അത് ഞങ്ങളുടെ കുടുംബത്തോടെ സാധാരണ ചൊല്ലുന്ന പോലല്ല. ഈ കുടുംബത്തിൽ ഇത്രമാത്രം പ്രാധാന്യമുണ്ട് ചൊല്ലോ കാരണം എത്തിക്കരുത്. ഞങ്ങളുടെ മക്കളെ പിന്നത്തുള്ള ഭാവിയുടെ വിഷയം ചിന്തിച്ചിട്ട് എത്തിക്കും. ഒരു സമയം ആ ശത്രുക്കളുടെ കയ്യിൽ അങ്ങനെ വിചാരിച്ചത് പോലെ കിട്ടിത്തിന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആവുന്നുള്ള കാരണം എത്തിക്കരുത്. അതുകൊണ്ട് ഇന്ന് ഏത് പാർട്ടിക്ക് നമുക്ക് കിട്ടണമെന്ന് കൂടെ ചൊല്ലുകയില്ല. അത് നിങ്ങൾക്കാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കുടുംബപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. ഞങ്ങൾ ഓരോരോ വോട്ടും അത് അമൂല്യമായ എത്തിക്കര് അത് ഞങ്ങളെ ആ ഒരു ഇസ്ലാമികമായ രീതിയിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു ടൈമിൽ നിർബന്ധമായ ഒരു വിഷയത്തിക്കര് ബാക്കി നാല് പോലല്ല. അതുകൊണ്ട് അത് ചിന്തിച്ചിട്ട് വേണോ നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് വേണം പ്രവർത്തിക്കുക ആക്കുമെന്ന് ചെന്ന് നാം ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കേട്ടത് ചൊന്നത് ഒരു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് കർമ്മങ്ങളെ നോമ്പുരെ സക്കാത്തിലെ സദഖ സൽക്കർമ്മത്തെ എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് തക്കതായ പ്രതിഫലം അല്ലാഹു തആല ഖിയാമത്തിൽ പരലോകത്ത് നമുക്ക് തരട്ടെ. സ്വർഗം നിർബന്ധമാക്കി തരട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെട്ടെന്നുള്ള ചമ്മാൽ വസിയത്താണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ രോഗത്തിൽ ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങൾ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഉമ്മവാപ്പമാർക്ക് ആരോഗ്യം ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله وبركاته.